പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തം. US-ഇറാൻ സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തി ഇറാനിൽ അമേരിക്കൻ സേനയുടെ വ്യോമാക്രമണം. ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തി US. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ US പുറത്തുവിട്ടു. ഇതൊരു മുന്നറിയിപ്പെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും പ്രതികരിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്നാരോപിച്ച് ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം അമേരിക്ക നടത്തി. ഇതിനുള്ള ശക്തമായ മറുപടിയാണ് തങ്ങളുടെ വ്യോമാക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ഈ അനാവശ്യമായ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ വ്യക്തമായ ലംഘനമാണെന്നും അന്താരാഷ്ട്ര വ്യാപാര പാതയിലെ നാവിക സ്വാതന്ത്ര്യത്തെ ഇത് തകിടം മറിക്കുന്നതാണെന്നും US അറിയിച്ചു. ഗൾഫിലും എമർജൻസി മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിരുന്നു. UAE-യിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ മിസൈൽ ആക്രമണ മുന്നറിയിപ്പ് സന്ദേശമെത്തിയത് പരിഭ്രാന്തി പരത്തി. അമേരിക്ക ഇറാനെ ആക്രമിച്ചതോടെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതവും വീണ്ടും തടസ്സപ്പെട്ടു. അടുത്ത 60 ദിവസത്തേക്ക് വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ഇറാൻ പരമാവധി ശ്രമിക്കണമെന്ന വ്യവസ്ഥ സമാധാന കരാറിൽ ഉണ്ടായിരുന്നു. ഈ കരാറാണ് ഇതോടെ ലംഘിക്കപ്പെട്ടത്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതിയും ആശങ്കയും ശക്തമായിരിക്കുകയാണ്. അതിനിടെ ഇറാനെ ആക്രമിക്കുന്ന വീഡിയോ US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടു. സ്ഫോടനത്തെ തുടർന്ന് പുകയുയരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.